നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ സിയ മരിയ സാജു, മാണിയകുളം എലിസബത്ത് മെമ്മോറിയൽ ചർച്ചിലെ സഭാംഗമാണ്. ജേർണി ത്രൂ സാംസിൻ്റെ 126 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 74 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ആസഫിൻ്റെ ഹൃദയം പൊട്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വേദഭാഗം. പണ്ടുകാലത്ത് യഹൂദന്മാർക്ക് വളരെ മനോഹരമായ ഒരു ദേവാലയമുണ്ടായിരുന്നു. അവർ തങ്ങളുടെ നഗരത്തെയും ദേവാലയത്തെയും ആശ്രയിച്ചിരുന്നു. എന്നാലോ അവർ തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ മറന്നു ജീവിച്ചു പോന്നു. അവർ ദൈവത്തെ അനുസരിക്കാതെയും അവഗണിച്ചും ജീവിച്ചു. ലൗകിക സുഖങ്ങളിൽ മതിമറന്ന് അവർ അവരുടെ ജീവിതത്തെ ആഘോഷിച്ചു പോന്നു. ഇതിനെപ്പറ്റി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിരുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അതെ, അത്രത്തോളം ആ ആലയത്തെ അവർ അശുദ്ധമാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആ നഗരവും ദേവാലയവും നശിപ്പിപ്പാൻ ബാബലോണിയർക്ക് അധികാരം കൊടുത്തു. ബാബലോണിയർ തങ്ങളുടെ ദേശവും വസ്തുവകകളും നശിപ്പിക്കുന്നത് കണ്ട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ആസഫിൻ്റെ പ്രാർത്ഥനയാണ് ഇന്നത്തെ ധ്യാന വിഷയം. യഹൂദന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടി ബാബലോണിയർക്ക് അധികാരം കൊടുത്തപ്പോൾ മരക്കൂട്ടത്തിന്മേൽ ഓങ്ങുന്ന കോടാലി പോലെയാണ് അവർക്ക് തോന്നിയത്. ദൈവജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആസഫ് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നാം അവൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളാണ്. നാം ഏവരും ദൈവത്തിൻ്റെ സഭയാണ്. നാം ഏവർക്കും അവൻ നല്ല ഇടയനാണ്. നീ പണ്ടുപണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതങ്ങളെയും ഓർക്കണമേ. ബാബലോണിയർ തീയിട്ട് ചുട്ടുകളയുന്ന യഹൂദന്മാരുടെ നിലവിളിയാണ് ആസഫിന്റെ പ്രാർത്ഥനയിലൂടെ നാം ഓരോരുത്തരും കേൾക്കുന്നത്. ബാബലോണിയർ തങ്ങളുടെ ദേശവും ആലയങ്ങളും എല്ലാം തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യെരുശലേം ദേവാലയവും ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ പക്കൽ ഇനിയും വലിയ കാര്യങ്ങളുണ്ട്. യേശു ഭൂമിയിൽ വന്ന് ദൈവമഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഇന്ന് അവൻ്റെ സഭ എന്ന ഒരു പുതിയ ദേവാലയം പണിതിരിക്കുന്നു. അത് ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അതെ, ആ സഭ ദൈവത്തിൻ്റെ ജനമായ നാം ഓരോരുത്തരും തന്നെയാണ്. 23-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതെ, യഹോവയാകുന്നു നമ്മുടെ ഇടയൻ, നാം അവൻ മേയ്ക്കുന്ന ആടുകളും. ദൈവം മാത്രമാകുന്നു നാം ഏവരുടെയും ആശ്രയം. നമുക്കും ദൈവത്തെ അനുസരിച്ച് അവൻ്റെ മാർഗത്തിൽ അവനെ അനുഗമിച്ച് നടക്കാം. നാം ദൈവമാർഗം വിട്ടുതിരിയാൻ ശത്രു എത്ര തന്നെ പരിശ്രമിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതിൽ നമുക്ക് സന്തോഷിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിലായിരിക്കാം. നീതി പാലിക്കുന്നവനും ന്യായം വിധിക്കുന്നവനും അവയെല്ലാം സംരക്ഷിക്കുന്നവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അവസരം അടിയൻ്റെ ജീവിതത്തിൽ തന്നതിനായി നന്ദി പറയുന്നു. നാഥ, കൂടുതൽ കരുത്തോടെയും കൂടുതൽ വിശ്വാസത്തോടെയും അങ്ങയുടെ നാമം അങ്ങയുടെ മക്കളോട് പറയുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ സ്നേഹത്തോടെ അടിയങ്ങൾക്ക് ജീവിക്കാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ആമേൻ.